ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും നല്ല സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഇത്രയും നാളും ഈ കുടുംബത്തിനെ പറ്റിച്ച ദേവിയെ കുറിച്ച് ആലോചിക്കുകയാണ് ഓരോരുത്തരും. ബാലൻ ദേവിയെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഓരോന്നായി ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി ആയാലും മിത്രയായാലും എല്ലാവരും അവളുമായിട്ടുണ്ടായിരുന്ന പ്രത്യേകിച്ച് ആനന്ദൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്, വളരെ വിഷമിച്ചിട്ട്. അതിനുശേഷമാണെങ്കിൽ ആനന്ദിനെ ഒന്ന് വന്ന് നോക്കുകയാണ് നമ്മുടെ ഗോമതി. അങ്ങനെ ഗോമതി വന്ന് നോക്കി അവിടെ നിന്നും പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നേരെ വെളുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവനുണ്ടെങ്കിൽ ധർമ്മനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ കോലം ഇട്ടിട്ടില്ല എന്ന് ധർമ്മൻ മനസ്സിലാക്കുന്നുണ്ട്. ആ സമയം നീ എന്താടാ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മയും ചേച്ചിമാരും വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ല അമ്മേ, അപ്പുറത്ത് കോലമിട്ട് കണ്ടില്ല, എന്താണാവോ, എല്ലാ പ്രാവശ്യവും ചേച്ചി ഒരിക്കലും മുടക്കാത്തതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഗോമതിക്ക് എങ്ങനെ വില വയ്യായുണ്ടോ എന്നിങ്ങനെ ഒരു ചേട്ടത്തി പറയുമ്പോൾ അയ്യോ അതെങ്ങനാണോ എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിനെപ്പറ്റി ചോദിക്കാം എന്നൊരു രീതിയിൽ ധർമ്മൻ അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോഴാണ് ഓട്ടോ വന്ന് ഇറങ്ങുന്ന നമ്മുടെ ഈ പറയുന്ന ദേവിയുടെ അച്ഛനെയും അമ്മയെയും കാണിക്കുന്നത്. അങ്ങനെ ശ്രീകലയും വന്നിങ്ങനെ ഇറങ്ങി അവിടെ കാശൊക്കെ കൊടുത്തിട്ട് ഇപ്പം എത്ര രൂപയായെന്ന് ചോദിക്കുമ്പോൾ 450 പറഞ്ഞിട്ട് 500 നോട്ട് എടുത്ത് കൊടുത്തിട്ട് ബാക്കി 50 രൂപ ടിപ്പ് വെച്ചോ താൻ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത് അങ്ങനെ വരികയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അങ്ങനെ അവർ വന്ന് ഇറങ്ങിയിട്ട് നോക്കുന്നത് ധർമ്മനെയാണ്. അപ്പൊ ധർമ്മൻ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ധർമ്മനോടായിട്ട് ഉദയഭാനുവിന്റെ ഒരു പരിഹാസം. ഉദയഭാനു പറയുന്നുണ്ട്, അയ്യോ ധർമ്മ, നീ എന്നാലും എന്ത് പണിയാടാ ഈ ചെയ്തത്? നീ കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ചിപ്പോ ആ വീട്ടിൽ നിന്ന് പുറത്തായാലും നിനക്ക് പൈസ വേണമായിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ തരില്ലായിരുന്നു പൈസ എന്ന് ഉദയഭാനു പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്. അങ്ങനെ അത് സഹിക്കാനാവാതെ ഉദയഭാനുവിനോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മൻ നിൽക്കുമ്പോൾ അമ്മ പുറകിൽ നിന്ന് വിളിക്കുകയാണ്, വേണ്ട ധർമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധർമ്മൻ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, എന്തിനാ ഇവരോടൊക്കെ വർത്താനത്തിന് നിൽക്കുന്ന, വാ ഉദയേട്ട എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകല പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് വലിയ രീതിയിൽ പറയുന്ന ശ്രീകല പട്ടുസാരി കൊടുത്ത് സ്വർണ്ണൊക്കെ അണിഞ്ഞ്, ഉദയഭാനു ആണെങ്കിൽ ഒരു കയ്യിലൊരു കവറുണ്ട്, ബാഗുണ്ട്, എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന പാടെ എല്ലാവരും ഉണ്ടല്ലോ, എന്തായാലും എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയത് ഇപ്പം അടുത്തൊന്നും കാണാൻ പറ്റില്ല, ഒരു സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് വാ ഇരിക്ക് ശ്രീകലെ എന്ന് ഉദയഭാനു തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അതെ, ബിസിനസ്സുമായി തിരക്കിലായിരുന്നു. ഒന്ന് ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ മറ്റൊന്ന് പിന്നെ സൗത്ത് ആഫ്രിക്കയിലാണ്. അങ്ങനെയൊക്കെയാണ് ബിസിനസ്സിന്റെ പോക്ക്. അവിടെ നിന്നാണ് ബാലൻ വിളിച്ചപ്പോൾ വന്നത്. എന്താ മിസ്റ്റർ ബാലൻ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട്, കൊടുക്ക് ശ്രീകലെ നീ ഇവളെ ഗോമതിയുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞു ശ്രീകല അവിടെ നിന്ന് എഴുന്നേറ്റ് ഗോമതി ഇങ്ങനെ നോക്കുമ്പോൾ ഗോമതി വളരെ രൂക്ഷമായി തന്നെ നോക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന ശ്രീകലയെ. അപ്പോൾ എന്ത് പറ്റി ഗോമതിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത്രയും നാളായിട്ടും നിങ്ങൾ പിന്നെയും ഇത് തന്നെയാണ് പറയുന്നത് എന്ന്, നിങ്ങളെപ്പറ്റി ഇങ്ങനെയൊന്നല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉദയഭാനു പറയാണ്, എന്താ പറ്റിയത്? ഓ ഇപ്പം മനസ്സിലായി, അതെ പേടിക്കേണ്ട ആരും, എന്തായാലും ഭ്രാന്തിനുള്ള ചികിത്സ അതൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകുന്നതേ ഉള്ളൂ, അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ഉദയഭാനു പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവർക്കും ദേഷ്യം വരികയാണ്. തൻ്റെ അമ്മയെ കേൾക്കുന്ന ആനന്ദിനൊക്കെ പല്ല് കടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ബാലനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. മറ്റെല്ലാവരും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അല്ല എന്താ, എനിക്ക് മനസ്സിലായി ബാലൻ എന്തോ ഉദ്ദേശിച്ചിട്ടാണ്, എന്നെ എന്തോ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നോട് വരാൻ പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായി. എന്തായാലും വലിയ തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല, ബാലൻ പറഞ്ഞതല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്നിങ്ങനെ ഉദയഭാനുവിൻ്റെ ഒരു ഇങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് നമ്മുടെ ദേവി കരഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, ഓ അമ്മയും മോളും കുറെ ദിവസമായില്ലേ കണ്ടിട്ട്, അതിൻ്റെ ആനന്ദക്കണ്ണീരാണ് എന്ന് ഉദയഭാനു പറയുന്നുണ്ട്. അങ്ങനെ എന്താ മോളെ എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും നമ്മുടെ ഇവളിങ്ങനെ ഗോമതി ദേഷ്യപ്പെടുന്ന സമയത്ത് ഗോമതി എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇങ്ങനെ പെരുമാറല്ലേ എന്ന് പറയുകയാണ്.
അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയ്ക്ക് നാണം കെട്ടവരാണോ, ഇപ്പോഴും നിങ്ങൾ എന്തൊക്കെയോ നുണകളാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോനെ നീ എന്നോട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എന്ന് ഉദയഭാനു ചോദിക്കുന്നുണ്ട് ആര്യനോട്. നിങ്ങളോട് ഇപ്പൊ ഈ ബഹുമാനം കാണിച്ചത് തന്നെ വലിയ കാര്യമാണ്. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിലേ ഇവിടേക്ക് വന്ന ഉടനെ നിങ്ങളെ കരണക്കുറ്റി നോക്കി ചെപ്പിക്കല്ലടിച്ച് പൊട്ടിച്ചേന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മകൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം എന്താ ഇപ്പം ഇങ്ങനെ ഒരു സംശയം, എൻ്റെ മകള് BA അല്ല MA എന്നിങ്ങനെ പറഞ്ഞിട്ട് MA ലിറ്ററേച്ചർ എന്നൊന്നും ഉദയഭാനുവിന് പറയാൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ അത് അങ്ങനെ അപ്പോൾ പിന്നെ അവർ നുണ പറയണം നോക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല നിങ്ങളുടെ മകൾ 10ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, ആരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ശ്രീകല ചോദിക്കുന്നു. നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പം ആ സമയത്ത് നമ്മുടെ ഇവള് പറയുന്നുണ്ട്, ഗോമതി പറയാണ്, വേറെ ആരുമല്ല നിങ്ങളുടെ മകൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അല്ല നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, എൻ്റെ മകൾക്ക് MA ലിറ്ററേച്ചർ തന്നെയാണ്, കപ്പ് ഉണ്ട്, അപ്പം നിങ്ങളുടെ മകൾ കപ്പലോടെ മേടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആനന്ദിന് ദേഷ്യം വരുമ്പോൾ ആനന്ദ് അവിടെ ഇരുന്ന എന്തോ ഒരു സാധനം എടുത്തിട്ട് അയാളുടെ തലമണ്ടയ്ക്ക് അടിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ചേർന്ന് ആനന്ദിനെ പിടിച്ച് മാറ്റുകയാണ്. വേണ്ട ഏട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്താ ഈ മരുമകനെ പറ്റിയത്, എന്താ എന്നോട് ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നത്, നിങ്ങൾക്ക് ദേവിയുടെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ MA ലിറ്ററേച്ചറിൻ്റെ ട്രോഫി കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ മതി, അത് കാണാണ്ടാണോ ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. തൻ്റെ ഒരു ട്രോഫി എവിടെയാണോ ട്രോഫി ഇരിക്കുന്നത്, താൻ എന്നിട്ട് എന്ത് ചെയ്തു, അത് പുഴുങ്ങി തിന്നോ എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾക്ക് ABCD പോലും ശരിക്കും എഴുതാൻ അറിയില്ല, ഒരു വാക്ക് കൂട്ടി വായിക്കാൻ അറിയാടോ നിങ്ങളുടെ മകൾക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ആരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പം ഉറപ്പായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വാദിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും സമയമായിട്ട് പോലും അവര് തങ്ങളുടെ തെറ്റുകൾ, തങ്ങൾക്ക് പറ്റിയ ചതി അല്ലെങ്കിൽ നുണ പറഞ്ഞതാണെന്നൊന്നും ശ്രീകലയും ഉദയഭാനുവും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവർക്കാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാതെ വരുമ്പോൾ ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെ എല്ലാവരും കലിതുള്ളി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.